തുമ്പി മോളെ, തുമ്പുട്ടിയെ വാ എണീക്ക്, നമുക്ക് അങ്കമാടി പോണ്ടേ. ഏയ് തുമ്പി തുമ്പി മോളെ വാ എണീക്ക്, നമുക്ക് അങ്കമാടി പോണോ. നോക്ക് ടീച്ചർ വിളിക്കുന്നുണ്ട്. നമുക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ബാഗ് വാട്ടർ ബോട്ടിൽ. അല്ലാ എന്ത് വാട്ടർ ബോട്ടിൽ, വാട്ടർ ബോട്ടിലൊക്കെ ഇട്ടിട്ട് അങ്കമാടി പോണ്ടേ. ഗൈസ് നമ്മളെ തുമ്പി മോള് അങ്കമാടി പോവാണെന്ന് അല്ലേ. പുതിയ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ ഇട്ട് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇന്ന് അങ്കമാടി പോവാണ്. ഏ പറ എന്ത് പൊന്നെ നമ്മുടെ ഒറ്റ മണിയേ. കണ്ണ് ലൈറ്റ് അടിച്ചിട്ടാ. ഞങ്ങൾ ലൈറ്റ് ഓഫാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവള് അങ്കമാടി പോണ്ടേ. എണീക്ക്, വേഗം എണീറ്റ് ചായയൊക്കെ കുടിച്ച് അപ്പാപ്പൊക്കെ തിന്ന് പാലും വെല്ലമൊക്കെ കുടിച്ച് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ചെരുപ്പ് ബാഗ് വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് അങ്കമാടി പോണം. പോവാ എണീക്ക്. അല്ലൂട്ടനൊക്കെ സ്കൂളിലെത്തി. ബാ നീറ്റൂട്. അങ്ങനെ എപ്പോഴും മൂടി പോയി ചുറങ്ങിയാൽ മതിയോ എൻ്റെ പൊന്നിനെ. ചൂടോ എ സിയിലോ തണുത്തിട്ടാവേ. പോവാ എണീറ്റൂട് മടിച്ച് കിടക്കല്ലേ ചുട്ടുമണിയേ. ശൈലാക്കുന്നുണ്ട് ഭഗവാനെ. വാ, സമയം നമുക്ക് ഇങ്ങനെ കളിക്കാനൊന്നും കേട്ടാ. വാ ഏച്ചുമാ, വെല്ലമ്മന്റെ സ്വത്താണ് ആണോ. വെല്ലമ്മന്റെ സ്വണ്ണമേ അച്ഛനെ, വെല്ലമ്മന്റെ സ്വത്ത്. വെല്ലമ്മ വരട്ടെ, രക്ഷപ്പെടുക. വെല്ലമ്മ വരട്ടെ അയച്ചു. വെല്ലമ്മ വന്നു അയച്ചു മോളെ. വെല്ലമ്മ വന്നു. എന്താ അമ്മേൻ്റെ കുട്ടിക്കൊരു ക്ഷീണമൊക്കെ ഒന്നും ഇല്ലാത്തൊരു ക്ഷീണമൊക്കെ അല്ലേ. അമ്മേ 4 ദിവസം മുന്നേ ഇവിടെ ഒരു കടി കിട്ടിയില്ലേ, അവിടെ ഒരു വേദന ഉണ്ടോല്ലേ ഭഗവാനെ. പുതിയ അടവ് എൻ്റെ ഏട്ടനെ കവച്ച് വെട്ടുവോ. പക്ഷെ ഞങ്ങൾ അങ്കനവാടി പോവുക അല്ലേ മോളെ. അത് സാരല്ല. ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ചെരുപ്പ് പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് ഒക്കെ ഇട്ടിട്ട് തുമ്പമ്മ പോവുകയാണല്ലോ. ചുട്ടിയേ കുറച്ച് കഴിയുമ്പോൾ നിന്നെ വിടാട്ടോ ഞാൻ കേട്ടോ. നിന്നെ വിടാം, നീ അങ്ങനെ സുഖിച്ചിരിക്കണ്ട കേട്ടോ. യൂണിഫോം ഇപ്പൊ വേണ്ട, അവിടെ യൂണിഫോം ഉണ്ട്. 1 മാസം കഴിഞ്ഞിട്ട് യൂണിഫോം മുമ്പൊക്കെ വാക്കാം. അപ്പൊ ഇപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാറിയോ, ഉള്ള കളർ ഡ്രസ് ഇടണം. ഏതാ പച്ചയോ? ഓക്കെ പച്ച കളർ തന്നെ ഇടണോ അല്ലേ. എൻ്റെ മുഖത്തെ ഈ വൈറ്റ് ക്ലബ് എന്താ അറിയോ, തുമ്പമ്മേൻ്റെ ചെയിനൊക്കെ അഴിച്ചു വെച്ചേന് എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഈ ചെയിനും വളയൊക്കെ അഴിച്ചു വെച്ചിട്ടുള്ള കാണുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരു സങ്കടം. ഇഷ്യൂ അല്ലൂസിന് ഇങ്ങനെ തന്നെയായിരുന്നേ. പിന്നെ ഇപ്പം ഞാൻ പിന്നെ ഓൻ്റെത് കണ്ട് ശീലമായി. തുമ്പമ്മേൻ്റെത് ശീലമാക്കണം. കളിക്കും ഗൈസ്. നമ്മുടെ തുമ്പിമോള് അങ്കമാടി പോവാൻ റെഡി ആവുകയാണ്. സുന്ദരി മോളായിട്ടുണ്ട് അല്ലേ. തുമ്പിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മളെ വീഡിയോ കാണണം. വീഡിയോ അങ്കനവാടി പോകുമ്പോ തന്നെയാ പറച്ചില്ലേ. അവള് സുന്ദരിയായിട്ട് ഗൈസ് അവള് പോവാണല്ലേ അമ്മേന്റെ പൊന്ന്. ഞങ്ങൾക്ക് പിന്നെ ഒരു സങ്കടം ഉണ്ടായത് എന്താ വെച്ചാല് ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എന്താ അറിയോ, എന്താ പറഞ്ഞോക്ക്. ഓള് മാലയൊക്കെ ഊരിയതിന്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. മാലയും സ്വർണത്തിന്റെ വളയൊക്കെ ഞങ്ങൾ ഊരിയില്ലേ, ഓളെക്കാളും സങ്കടം ഇരിക്കാണ് ഗൈസ്. അതൊക്കെ ഞങ്ങൾ ഊരി. നമുക്ക്
ടീച്ചർ പോവാ ടീച്ചർ ചീത്ത അറിയില്ലേ? ടീച്ചർ ചീത്ത അറിയില്ലേ? ഓ ഇപ്പഴേ വലിയ ആളായില്ലേ? അംഗൻവാടി പോകുമ്പത്തേക്ക് നിങ്ങൾ വലിയ ആളായില്ലേ? ഓ വലിയ ആളാണ് അമ്മേന്റെ കുട്ടി. വെവളത്തിയല്ല, വെളവത്തി. എന്താ? വെവളത്തിയാണ് ഗൈസ്, വെവളത്തി. ആണോ? ചുണ്ട് ഇങ്ങനെയാക്ക്. അതെന്തിനാ അറിയോ? കുട്ടിന്റെ ചുണ്ട് ഡ്രൈ ആയോ നമ്മക്കൊരു സംശയം. സംശയം ഉണ്ടെ പിന്നെ നമ്മൾ തീർക്കണല്ലോ. ആ ചേച്ചി ബാബേന്റെ ചേച്ചിയാണ് ഗൈസ്. ഇങ്ങനെ ഡ്രസ് ഓളേന്റെ ബാക്കിയൊക്കെ നമുക്ക് തയ്ക്കാം. മുടി ഉണക്കി തരാ കുട്ടിക്ക്. പറഞ്ഞുകൊടുക്ക് അംഗനവാടി പോയാൽ എന്തൊക്കെ ചെയ്യും പറഞ്ഞുകൊടുക്ക്. തുമ്പിയേ എടി പറഞ്ഞുകൊടുക്കടി, അംഗനവാടി പോയാൽ കുട്ടി എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊടുക്ക്. എന്താക്കും ടീച്ചറെ കൂടെ കച്ചും പച്ചും പിന്നെ പപ്പാച്ചും. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുണ്ടോ അമ്മേ? ടീച്ചറെ കൂടെ കച്ചും പച്ചും പപ്പാച്ചും. ഗൈസ് നമ്മൾ ഡ്രയർ കോൾഡ് വെച്ചിട്ടാട്ടോ ചെയ്തത്. ഒക്കെ അങ്ങനെ ഹീറ്റ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. നമ്മള് തണുപ്പാണ് ചെയ്തത് അല്ലേ തുമ്പ? മോളെ കൊണ്ടുപോകുന്ന ക്ലിപ്പ്, കൊണ്ടുപോകുന്ന സാധനങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന് അമ്മ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ അമ്മ പറയും. പറയണ കേക്കുണ്ടോ? അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അതുപോലെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. കൊണ്ടുവരാൻ അമ്മ പറയും. ബുക്കോ? അംഗൻവാടിയിലേക്കാ കേട്ടോ. അടി ഇരിക്കും. നേരെ നിൽക്കേ. പറഞ്ഞോ. ഇന്ന് ഇങ്ങോട്ട് നോക്കി സഹകരിച്ചാല് ഒരു എളുപ്പേനും. ഗൈസ് അങ്ങനെ നമ്മൾ മുടി കെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. എണീക്ക് കുഞ്ഞേ, സമയമല്ല നമുക്ക്. ഇങ്ങനെ തോന്നിയ സമയത്തൊന്നും കയറി ചെല്ലാൻ പറ്റൂല അവിടെ. മനസ്സിലായോ? അംഗൻവാടി സമയമൊക്കെ ഉണ്ട്. ഉണ്ട്. കണ്ണെഴുതണ്ടേ? തൽക്കാലം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. മുടി കെട്ടിയ സുന്ദരിയായ ചോദിച്ചോക്കോ. അവരോട് ചോദിച്ചു നോക്ക്. ഒരു പറയണ്ടേ നമ്മളോട്, ഹായ് തുമ്പി സുന്ദരി. എണീക്ക് നേരല്ല. തുമ്പി മോളെ എന്നും കളിക്കുന്ന പോലെ നമ്മൾ ഷൂട്ടിനല്ല പോണത്. അംഗൻവാടിക്ക് എങ്ങോട്ട് നോക്ക്. ഇപ്പത്തെ കണ്ണ് തുറന്നുണ്ടോന്ന്. ഇതിന് മാത്രമാണ് നോക്ക് അധികം സഹകരണം നമുക്ക് തരാത്ത. കണ്ണേ നോക്ക് വലിയ ഇഷ്ടല്ല. കമ്മസ് ഇഷ്ടല്ല ഗൈസ് നോക്ക്. ഇതിട്ടുണ്ട്. ഇത് ആ ഡ്രസ്സിന് മാച്ചില്ല. ഇത് മാച്ചാ. ഓ തുറക്കാനും കിട്ടുന്നില്ലല്ലോ. തൊടല്ലോ. തൊട്ടാ പോയേ. അവൾക്ക് പേടിയാവൂ. ഒരിച്ചിരി ലിപ് ബാം ഇട്ട് കൊടുത്താട്ടോ. കാരണം അവളെ ചുണ്ടിൽ ആ മുറിവുള്ളതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തണുപ്പുമല്ലേ. ഇത് കെമിക്കൽ അങ്ങനെയൊന്നല്ല കേട്ടോ, ആയുർവേദാണേ. ആണോ? ഓക്കെ നോക്കട്ടെ, കാണിച്ചു കൊടുക്ക ചുണ്ട്. സുന്ദരിയായ ചോദിക്കേ. പേരെന്താ പറഞ്ഞേ? തുമ്പ. അംഗൻവാടിയിലെ ടീച്ചറെ പേര് പറഞ്ഞു. തുമ്പ. തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വരണേ. എനിക്ക് ഇതിന്റെ കയ്യൊന്ന് ഒഴിച്ച് ഇടുന്ന ഇഷ്ടമല്ല. നമ്മൾ എന്ത് ചെയ്യാനാ തുമ്പി? അത്ര തന്നെ ഇടാൻ പറ്റുമോ? എനിക്ക് കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്ക്.
ഇനി ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരട്ടെ, അവളെ കൊണ്ടാക്കണല്ലോ. എനിക്ക് അധികം റെഡി ആവാനൊന്നുമില്ല. ഷടപടേ ഷടപടേന്ന് പറഞ്ഞ് മാറ്റേണ്ട അവസ്ഥയാണ്. ഓ ബാഗൊക്കെ സ്വന്തമായിട്ട് എടുത്തൊക്കെ ഇട്ടില്ലേ. നമ്മളെ സഹായം നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട അല്ലേ? ആ സൂപ്പറായിണ്ടേ. ആ 10 മണിയാണ് ആ ടൈം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 10:30 ആകുമ്പോഴത്തേക്കും എത്തിക്കാനാ പറഞ്ഞത്. ആ ഇത് കുട്ടി വലുതായിട്ട് കുട്ടിക്ക് തേച്ചരാ കേട്ടോ. അമ്മ എന്ത് കേൾക്കാനും വേണം അല്ലേ? ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഇക്കൊന്നും ഉണ്ടാവില്ല, എല്ലാം ഈ എടുക്കൂ അല്ലേ? ആ അതന്നെ ഒരു സ്വഭാവം. തേച്ച് കൊടുത്തുണ്ടേ. സൂപ്പർ അല്ലേ? പണി തരാ മോളെ എന്നൊക്കെ എവിടെ നിങ്ങൾ കാണണ്ടോ? നിങ്ങൾ ഏത് ലെവലായിരിക്കുന്നു ഇപ്പൊ? സ്കൂളിൽ പോകുമ്പോ തന്നെ അമ്മേനോട് പറയണം പണി തരാം മോളെ. അവസാനം അമ്മ ആടെ കുടിൽ കെട്ടി താമസിക്കേണ്ടി വരുവോ? അതൊക്കെ ഈശ്വര ഞാൻ ആക്കിക്കോളാടാ. എന്തൊക്കെ കൊപ്പുണ്ട്. ആരാ? ആ എന്തൊക്കെ ഉണ്ടടാ എനിക്കറിയാം. അവിടുന്ന് വികൃതി ഒന്നും കളിക്കല്ലേടാ. വികൃതിയൊക്കെ കളിച്ച അവസാനം അമ്മേനെ അടക്കി വരുത്തിക്കോ? ദൃശ്യ മൃണാൾ ഇവിടെ വികൃതി കളിക്കുന്നുണ്ട്, ഇവിടേക്ക് വരണം എന്ന് പറയിക്കോ? ഇല്ല ജുണ്ടാക്കണ്ട. അമ്മ എങ്ങനെയൊന്ന് മൂട്ടിയൊക്കെ ഒന്ന് കൂട്ടി കെട്ടിട്ട് എന്താക്ക? മോഡിഫൈ ആണോ ഉദ്ദേശിച്ചത്? മോഡിഫൈ ആണോ ഉദ്ദേശിച്ചത്? മോഡിഫൈ ഒക്കെ കാറിൽ എന്തെല്ലാം ആക്കി എൻ്റെ ഒന്നും ആക്കണ്ട. അല്ലു ചേട്ടൻ പറയുന്ന ഓരോ ഡയലോഗ് കേട്ട് അങ്ങോട്ട് പറയുന്നേ അല്ലേ? ഓക്കെ ഗൈസ്, ബാഗ് ഇങ്ങനൊരു മോളെ അമ്മയ്ക്ക് ആകെ നിന്നെ വിടുന്നതിന് ഒരു പേടി എന്താ അറിയോ? ഇതിലൊരു സാധനം വെക്കാണ്ട്. പഠിക്കാനൊന്നല്ലോ, പഠിക്കാൻ മതിയാവും. ബുക്കല്ല, ബുക്കിലൊന്നും നിങ്ങൾക്ക് പഠിക്കാനായില്ല കുഞ്ഞേ. നിങ്ങൾക്ക് എന്താ അറിയോ? നിങ്ങള് ചീച്ചി വയ്ക്കാണ്ടേല് മാമിനോട് പറയണം കേട്ടോ. എന്താ പറയാ? വിത്ത് എക്സ്പ്രഷൻ ആണ് ഗൈസ്. എന്ത് പറയും? ഇങ്ങനെ വെറുതെ വെറുതെ പറഞ്ഞാ പിന്നെ കാര്യമായിട്ട് പറയുമ്പോ ടീച്ചർ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറയാവൂ കേട്ടോ. ചീച്ചി വയ്ക്കാണ്ട് പറയണം. ആ എന്ത്? ആ ബാഗും ഡ്രസ്സും ഒക്കെ ഉണ്ണിച്ച വാങ്ങിച്ചതാ. പൊന്നെ പൊന്നെ ആ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. പിന്നുണ്ടല്ലോ കുട്ടി ചീച്ചു വയ്ക്കാണ്ടേ പറയാവൂ. പിന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തയക്കണം, എന്തായാലും കൊടുത്തയക്കണം. എനിക്ക് ഇവൾ ആ കാര്യത്തിൽ ഭയങ്കര പേടിയാണ് ഗൈസ്. ചില സമയം അധികം ഒരു അവള് പറയും, പക്ഷെ ചില സമയം അവള് പറയില്ല. പിന്നെ സ്കൂൾ അംഗനവാടിയിൽ ഓരോക്കെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ എനിക്കൊരു പേടി എന്തായാലും ഉണ്ടാവൂലേ. അല്ലൂനെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടാക്കി വന്നിട്ട് ഞാൻ പേരും കരച്ചില്ലേനു. അല്ലൂനെ കാണാതെ പിന്നെയും ഞാൻ നിന്നുണ്ട്, കാരണം ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയോണ്ട്. ഇവളെ ഞാൻ അങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ല. ഇവളും നിൽക്കൂല, എന്തേലും ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോവുക അങ്ങനെയൊക്കെ അല്ലാതെ. പിന്നെ ആകെ നിന്നത് വയനാട്ടിൽ ഞാൻ ക്ലാസ്സിന് പോയ സമയത്ത്. അന്നൊക്കെ ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സോയ്ക്ക് അതൊരു ടെൻഷനാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെയല്ലേ വിട്ടുണ്ടാവുക. എൻ്റെ അമ്മ ഇന്നങ്ങനെയല്ലേ വിട്ടുണ്ടാവുക അല്ലേ? ഇന്നിപ്പോൾ ഞാൻ എന്തിനാ ഒരുങ്ങുന്ന അറിയോ? അവളെ ഫസ്റ്റ് ഡേ അല്ലേ, എന്നും കാണുമല്ലോ. അപ്പോൾ അവള് വിചാരിക്കരുത് എൻ്റെ അമ്മ എന്ത് ക്വാളിറ്റിയിലായിരുന്നു, അങ്ങനെ അവള് വിചാരിക്കാൻ പാടില്ല. എന്ത് എന്ത്? ഓ ഇവിടെ വന്ന് നോക്ക് കല്യാണി. ഗൈസ് അങ്ങനെ നമ്മൾ ട്രൗസർ മാറ്റിയിരിക്കുകയാണ്, ബ്ലാക്ക് മാറ്റി നമ്മൾ വേറെ കളർ ഇട്ടിരിക്കുകയാണ്. പറഞ്ഞു കൊടു
എക്സ്ട്രാ ഡ്രസ്സ് വെക്കുന്നുണ്ട്. ഇത് ഇടാനുള്ള ഒരു അവസ്ഥ നീ ഉണ്ടാക്കരുത്. നമുക്ക് ഇതിടാം. ആ ചീച്ചി വെക്കരുത് എന്ന് കേട്ടോ. ചീച്ചി വെക്കാണ്ട് ടീച്ചറോട് പറയണം കേട്ടോ. പോയാലോ? അങ്ങനെ ചീർപ്പൊക്കെ കൊണ്ടുപോയി ആരാ? ചീർപ്പും മേക്കപ്പ് സാധനമൊക്കെ തന്നു വിടട്ടെ. ഏടാ എണീക്ക്, ചെരുപ്പൊക്കെ ഇടുക. അയില്ലേ ചെരുപ്പ് എടുത്ത് വരാം. തീരുമാനാക്കും. ഇതൊന്ന് ഇട്ടെടുക്കടി. വാട്ടർ ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. സൂപ്പർ വാട്ടർ ബോട്ടിൽ ഉണ്ട് ഗായ്സ്. അവിടെയൊക്കെ വെള്ളവും എല്ലാം അവിടെ ഉണ്ട്. നമ്മളൊന്നും കൊണ്ടോണ്ട, ബാഗ് പോലും കൊണ്ടോണ്ട ആക്ച്വലി. പക്ഷേ അല്ലേ തുമ്പ? എന്നാലും ഫസ്റ്റ് ഡേ ഒരു ഷോക്കി, ഞങ്ങളൊരു ഷോക്കി അല്ലേ. ഒന്ന് ഇട്ട് നോക്കട്ടെ അമ്മ. അവിടെ മക്കളെ അതാ എലി ഇടണ്ടെന്നൊക്കെ അറിയാലേ. അമ്മ കഴുകി തരാം. നടക്ക്. ഇത് വിട്ടോ, അച്ഛൻ വന്നില്ല. ഈ പ്രൈസ് ടാഗ് ഒക്കെ കൊണ്ടുപോയാ ഒരു വിചാരിക്കുമ്പോൾ ഇതോ ഭയങ്കര അല്ലേ. എച്ചി ഫാമിലി ധൈര്യം ഒട്ടിക്കാനുള്ള ഒട്ടിക്കണോ? അത് കയ്യിൽ ഒട്ടിക്കുന്നല്ലോ ഞാൻ. അത് അതിൽ ഒട്ടിക്കുന്നത്. നമ്മൾ പോവാന്നാല് വാട്ടർ ബോട്ടിൽ ഓ ചെറിയമ്മ അതൊന്ന് കുത്തട്ടെ. ചെറിയമ്മ ഇങ്ങോട്ട് വരില്ല. അത് ക്യാമറ ഉണ്ട്. അത് പറ്റില്ല മോളെ, അത് പറ്റില്ല. കട്ടോ? ക്യാമറയിൽ വരാതെ അതിസാഹസികമായി ഇത് ഒട്ടിക്കുന്ന അൽ ചെറിയമ്മ. സെറ്റ് മതി. എന്തിനാ ഉഷാറാക്കണേ? ഇനി എത്ര എണ്ണുണ്ട്? 4 എണ്ണോ? ആടന്നോട്ടെ, പിന്നെ എപ്പോഴാ ഒട്ടിക്കാല്ലേ? സ്ട്രോബെറി വേണോ, ഇത് വേണോ, ഏതാ വേണ്ടേ? ഞാൻ തൊണ്ണൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തോ ഒരു നിർബന്ധ ബുദ്ധിയാ കുട്ടിക്ക്. മോളെ സ്ട്രോബെറി തിന്നുന്നൊക്കെ അവിടെ പോയിട്ട് മൂത്രം ഒഴിക്കരുത്. മൂത്രം ഒഴിക്കണം, പക്ഷെ മൂത്രം ഒഴിക്കാണ്ട് പറയണം. മോളെ മൂത്രം ഒഴിക്കാണ്ടേല് പറയണം ടീച്ചറോട് കേട്ടോ. അത് മാത്രമേ അമ്മയ്ക്ക് ആകെ എന്റെ ഭയത്തിൽ പേടിയുള്ളൂ. ആ തുറന്നേരം കൈ മാറ്റൂഞ്ഞേ. അപ്പിടാൻ മുട്ടിക്കുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒന്നും ഉണ്ടാവൂലായിരിക്കും, കാരണം ഒക്കെ പരിപാടി കഴിച്ചിട്ടൊക്കെയാ പോണേ. പക്ഷെ ഇവളെ കാര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്താണ് തട്ടിപ്പോയില്ലേ? അതാ പറഞ്ഞത്, അങ്ങനെ കളിക്കരുത്. അതില് ചുണ്ടിലിന് തട്ടല്ലേ. അമ്മേന്റെ സ്വത്ത് എന്തൂ പൊട്ടിക്കണ്ടായിരുന്നു എന്നാ. ഷോ എനിക്ക് വിടുമ്പോ എന്തോ സങ്കടമാവുന്നു. അങ്ങനെ ഒന്ന് കഴിയത്തെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിന്റെ കാര്യം തന്നെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഇതെവിടെ കുത്തിച്ച് പോവാ. എപ്പോ അടണം കെട്ടി ബായ് പറയും. പോയി വരട്ടെ പറയും. സന്തോഷാണ്. വേണ്ട വേണ്ട വാ. തുമ്പി ഇവിടെ വാ. കുറച്ച് മതി ഓളെ ബോധിപ്പിക്കാൻ. അത്രയൊന്നും വേണ്ടമ്മേ. അവിടെ പോയിട്ട് വെള്ളം കുടിയോട് ഉമ്മ കൊടുക്ക അച്ചമ്മക്ക്. അച്ഛനാടമ്മേ? അമ്മേ ഇപ്പോഴേ വെള്ളം കുടിക്കല്ല. ഇപ്പോഴേ വെള്ളം കുടിക്കാനാ പോവാ. അത് ഒക്കുന്നൊക്കെ പറയും പോലെ
പോയി വന്നിട്ട് വരാം. ഓ ഒന്ന് പ്രാർത്ഥിച്ചു പോരെ അച്ഛമ്മേനെ അടുത്ത് പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു പാടി. അല്ലല്ല കൊണ്ടുപോയിക്കോളെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ നാളെ. എനിക്കറിയില്ല എന്നാളെ ആയിരുന്നോ കണ്ടിന്യൂ അയാളെ. അത് സാരല്ല പുറത്തുനിന്നല്ലേ. ചെറിയമ്മേന്റെ കാലിട്ട് വിളിക്കില്ല. ആ തബലക്കണ്ണ അറിയില്ലേ 3-in-1 എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. വൈശാഖേട്ടൻ അവിടെ മെസ്സേജ് പോകുന്നുണ്ട്, ഞാൻ റീനമ്മേനെ വിളിക്കുന്നുണ്ട്, കല്യാണി ഫോണിന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കിട്ടി, അച്ഛനോട് സംസാരിക്കാൻ കേട്ടോ തുമ്പമ്മ. റീനമ്മേനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വൈശാഖേട്ടന് മെസ്സേജ് അയച്ചു, ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, പക്ഷേ വൈശാഖേട്ടന് പറഞ്ഞു എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടോ. ഒരു വോയിസ് അയച്ചേ. പ്രാർത്ഥിക്കണേ പറ. അത്തവാടി പോയി വരാം. പ്രാർത്ഥിക്കണേ പറയും. പ്രാർത്ഥിക്കണേ. മിസ് യു. മിസ് യു. ലവ് യു. ലവ് യു. ഉമ്മ. ഉമ്മ. ശരിക്ക് അമ്മയുടെ സ്വത്തേ ശരിക്കും ഇങ്ങനെ കാണിക്കേ. പോയി വരാറ് ഇങ്ങനെ കാണിക്കേ. പോയി തരാം, പോയി തരാം, പോയി തരാം. ചാറ്റ എടുക്ക്. അമ്മേ പോയി വരാ. വാ. വല്ലാത്തൊരു മിക്സഡ് ഇമോഷനാണ് നമുക്ക് ഈ ഒരു സമയത്ത്. നമ്മൾ പാരൻസിന് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയായിരിക്കും. കാരണം വളരണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്, കാരണം അതില്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ പെട്ടെന്നാണല്ലോ നമ്മുടെ കുഞ്ഞ് വളർന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാണല്ലോ തുമ്പമ്മേനൊക്കെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഇതാ നഴ്സറി പോകാനായി. അപ്പം ആ ഒരു ഇതൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ മനസ്സിലേക്ക് ഓരോന്ന് ആലോചിച്ച് അവളെ കയ്യും പിടിച്ച് പോകണത് കേട്ടോ. ഇവൾ കരയോ, ഇവൾ എന്തായിരിക്കും ഇവളുടെ നെക്സ്റ്റ് ഒരു മൂമെൻ്റ് എന്നുള്ളത് ആലോചിച്ചിട്ടായിരുന്നു പേടി. പിന്നെ ഇവൾ ഈ മറ്റേ നിറത്തിലെ ജോമോൾക്ക് പഠിക്കുന്ന ടൈപ്പാണ്, കണ്ടടം വീഴും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്കൊരു ഭയങ്കര പേടികളാണ് കേട്ടോ. പക്ഷെ അതൊക്കെ അങ്ങനെ പയ്യെ ശരിയാവും. മല്ലൂസിപ്പോൾ ശരിയായല്ലോ. ഞങ്ങൾ ചെല്ലുമ്പോൾ അതാ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ യൂണിഫോം ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഒരു 1 മന്തോളം ഇവിടെ കളർ ഡ്രസ്സിലാണ് വിടുന്നത്. കഴിഞ്ഞിട്ടാണ് യൂണിഫോം സെറ്റാക്കുന്നത്. മോർണിംഗ് പറയും തുമ്പി. ഓ ടീച്ചർ വന്നിട്ടോ. ഫുഡ് കഴിച്ച് നമുക്ക് ഇന്ന് കളിച്ചൊക്കെ വേണം. ഇത് നമ്മൾ ടീച്ചർ മേശന്റെ മുകളിൽ നിൽക്കുക. ഇത് നമ്മൾ ടീച്ചർ മേശന്റെ മുകളിൽ നിൽക്കുക. അതൊക്കെ ടീച്ചർ മേശന്റെ മുകളിലാണ് നമ്മൾ ഫുഡ് കഴിക്കും. എല്ലാരും കൊണ്ടുവരുന്നുണ്ടോ? ഒരാഴ്ച 12 മാസമൊക്കെ കൊണ്ടുവരും. മാറ്റി അതൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്ന ഭംഗിയാടോ. നഴ്സറിയിൽ വരാൻ വേണ്ടി വാങ്ങിയതാ മോളുടേതാലേ. നമ്മള് ഫുഡ് കഴിക്കാം. ഇഷ്ടായോ തുമ്പിനെ ഇഷ്ടായോ? ഈ തുമ്പി കൈ കഴുകുകയാണേ. പോയി പതുക്കെ പോയി കൈ കഴുകും. അങ്ങനെ കൈ കഴുകും. എന്നും ഇങ്ങനെയാണ് ചെയ്യുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വന്നിട്ട് രണ്ട് കൈയും കൂടി നന്നായി കഴിക്കാം. ഇതുവരെ കറക്റ്റാണ് കിട്ടുണ്ണിയേട്ടാന്ന് മറ്റേ സിനിമയിൽ പറഞ്ഞ കണക്കായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. ഇവള് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്തായിരിക്കും എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവൾ പെട്ടെന്ന് തന്നെ അവരായിട്ടൊക്കെ സെറ്റായി വേഗം പോയി ഇരുന്നു. ഇതാ ഇന്ന് കൊഴുക്കട്ടയും പിന്നെ എന്തായിരുന്നു കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ കഴിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സീനില്ല ഇവളെ കാര്യത്തിൽ. അല്ലുവിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ. തുമ്പി വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് അതൊരു സീൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവൾ ഒറ്റയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു പോരുമ്പോൾ
വരുമ്പം എന്തായിരിക്കും അവളുടെ റെസ്പോൺസ് എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴാണ് പോരേണ്ടത് നോക്കി നിൽക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു യാത്ര പറയണ്ട, പൊയ്ക്കോ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവളോട് യാത്ര പറയാണ്ടാണ് അന്ന് വന്നത്, ഫസ്റ്റ് ഡേ വന്നത്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ എന്തായാലും അവളുടെ അടുത്ത് പറഞ്ഞിട്ടേ വരൂ എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് നമുക്ക് അവളെ അത് സെറ്റാക്കണമല്ലോ, അവൾക്ക് മനസ്സിലുറക്കണമല്ലോ അവൾ അവിടെ പോയി ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നും യാത്ര പറഞ്ഞ് വരണമെന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ ഒരു ശോകമാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ യാത്രയൊന്നും പറയാണ്ടാണ് പോകുന്നത്. പിന്നെ എനിക്കൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അംഗനവാടി, കാരണം അല്ലുട്ടനും ഇവിടെയാണ് പഠിച്ചത്. ടീച്ചർ നന്നായിട്ട് പിള്ളേരെ മാനേജ് ചെയ്യും. അപ്പോൾ ആ ഒരു സമാധാനം എനിക്കുണ്ട്. പിന്നെ വീടിൻ്റെ തൊട്ടടുത്താണ്, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഓടി വരാൻ പറ്റും. സംഭവം ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാൻ പോരുന്നത്. ഞാൻ അവളോട് യാത്ര പറഞ്ഞ് പോരണം വിചാരിച്ചാൽ അത് നടന്നില്ലല്ലോ. അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നെഞ്ഞത്തൊരു കല്ല് കയറ്റി വെച്ച ഒരു ഭാരം ഉള്ളതുപോലെയായിരുന്നു എനിക്ക് ഫീല്. തുമ്മീനടെ ആക്കി ഇങ്ങോട്ട് വരുമ്പം അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് നമ്മൾ പിള്ളേരെ അംഗനവാടിയിൽ വിടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫീലില്ലേ, അത് വല്ലാത്തൊരു വിഷമം തന്നെ. അല്ലൂസിൻ്റെ സമയത്തും ഞാൻ വല്ലാണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. തുമ്മീൻ്റെ എനിക്കിങ്ങനെ സങ്കടം വരുമായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയമൊക്കെ മരുന്ന് കഴിച്ച് സൈഡായി നിൽക്കുന്നത്. അപ്പോൾ ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് തുമ്പമ്മേനെ അംഗനവാടി ഉള്ളത്. നമ്മൾ നടന്ന് വരുമ്പോൾ ഇതിലെയാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് നോക്കി, അവൾ കരയുന്നുണ്ടോ, അവൾ എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടോ. അപ്പം അവിടെ നിന്നൊന്നും കേൾക്കണില്ല, പിള്ളേരുടെ വർത്തമാനത്തിൻ്റെ സൗണ്ട് അല്ലാതെ തുമ്മീൻ്റെ കരച്ചിലിന് ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പെല്ലെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഇവൾ ഫുൾ ടൈം വീട്ടിൽ ഇങ്ങനെ എൻ്റെ വാല് പോലെ നടക്കുമ്പോൾ ഞാൻ പറയലുണ്ട് ഇന്നൊന്നും ചെയ്യാൻ ഈ പെണ്ണ് സമ്മതിക്കില്ല, അവൾ അംഗനവാടി കൊണ്ടുപോയിട്ടാലേ ശരിയാവുന്നു. പക്ഷേ കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ അമ്മ പശുവിനെ കെട്ടിയിട്ടുള്ള വരവാണ് കേട്ടോ അത്. അമ്മയും ഞാനും ഇപ്പോൾ ഒരുപോലെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മേനെ കളിയാക്കി കൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നു. കാരണം ഒന്നാമത് ആ ഒരു വെയിലും കൊണ്ട് വരികയും ചെയ്തു, മരുന്ന് കഴിച്ചതിൻ്റെ എഫക്റ്റും ഒക്കെ കൂടെ ആയപ്പോൾ നല്ല ക്ഷീണമുണ്ട്. പിന്നെ എനിക്ക് സങ്കടവും ഗൈസ്, അയ്യോ ഞാൻ തുമ്മീനടാക്കി വന്നല്ലോ എന്നൊക്കെ ഒരു സങ്കടം. എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം. സംഭവം അംഗനവാടിയിലൊക്കെ വിടണം നേരാണ്, പക്ഷേ അല്ലുവിൻ്റെ അത്ര പോലും തുമ്പീൻ്റെ അടുത്തൊന്നും വിട്ടു നിന്നിട്ടില്ല. എനിക്ക് അതൊരു ഭയങ്കര ഒരിതാണ്, ഇതൊരു സങ്കടമാവുന്നു. സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കുട്ടീനോട് യാത്ര പറയാതല്ലേ വന്നത്, അപ്പോൾ കരയുമോ അങ്ങനെയൊക്കെ ഒരു പേടി. അല്ലു ചെറുപ്പം തൊട്ടിട്ടേ ഉണ്ടല്ലോ ഇവിടെ എല്ലാവരുടെ അടുത്തും നിൽക്കും. ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ വലിയ സീനില്ല. പക്ഷെ തുമ്പി അങ്ങനെ വിട്ട് നിൽക്കാത്തതുകൊണ്ട് ഒരു എപ്പോഴും അവളോട് ഒച്ചട്ടോളെ കൂടെ നടന്നിട്ടേ നടന്നു വന്നിട്ടുള്ള ക്ഷീണവും. നല്ല വെയിലാണ് ഇവിടെ അങ്ങോട്ടേക്കുള്ള വഴി. കരഞ്ഞുണ്ടാവില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞാണ് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഒന്ന് അയച്ചിരുന്നേ ഒരു സമാധാനത്തിന്. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ നമ്മുടെ പാരൻസിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക നമ്മളൊരു പാരൻ്റ് ആകുമ്പോഴാണ്. എനിക്ക് എൻ്റെ മക്കൾ ഉണ്ടായപ്പോൾ തൊട്ടിട്ട് ഓരോ കാര്യങ്ങളിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സങ്കടപ്പെടുന്നതും സന്തോഷിക്കുന്നതുമായിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സിലും ഞാൻ ഫസ്റ്റ് ആലോചിക്കാറ് എൻ്റെ പാരൻസിനെയാണ്. കാരണം അവരും എന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ റേസ് ചെയ്ത് കൊണ്ടുവന്നുണ്ടാവുക. സോ നമുക്കെപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടാവുന്ന ആ ഒരു ഇൻറ്റിമസി, ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇൻറ്റിമസി എത്രയോ മടങ്ങ് കൂടും നമ്മളൊരു പാരൻ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സിറ്റുവേഷനൊക്കെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവർക്കും ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്ന അതേ ഫീലിങ്സ് ആയിരിക്കാൻ തോന്നിയിട്ടുണ്ടാവുക. സോ ഞാനിപ്പോഴൊക്കെ അവരെ ഓർക്കുകയാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ പിള്ളേരെ കയ്യിലേക്ക് വാങ്ങിക്കുമ്പോൾ തൊട്ടിട്ട് ഇപ്പം അല്ലൂസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്, തുമ്പീനെ അംഗനവാടിയിൽ വിട്ടത്, അല്ലൂനെ അംഗനവാടി വിട്ടത്, എല്ലാവർക്കും എന്തെങ്കിലും വയ്യാതെ ആവുമ്പം അവരൊന്ന് സൂചി വെക്കുമ്പോൾ പോലും നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഫീലിങ്സും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കാറുണ്ട് കേട്ടോ. തുമ്പി ഇവിടെ അല്ല, എല്ലാ ദിവസവും സ്കൂൾ വരുമ്പോൾ തുമ്പീനെ എങ്ങനെ കാണുക? തുമ്പി അംഗൻവാടി പോയില്ല പൊന്നെ. തുമ്പീനെ എന്നിട്ട് അംഗൻവാടിയിൽ വിട്ടില്ലേ നമ്മള്? വൈകുന്നേരം കൂട്ടാൻ പോവാ. അംഗൻവാടിയിലേക്ക് അമ്മ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോയേ കൊള കാണാതായിട്ട് സങ്കടമായോ? എനിക്കിപ്പൊ തന്നെ കാണാം. അപ്പൊ തന്നെ ആണേ അംഗൻവാടി പോണ്ടി വരും. അയ്യേടാ നമുക്കില്ലേ അംഗൻവാടിയിലൂടെ കൂട്ടാൻ പോവാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ പോയി കൂട്ടിയിട്ട് വരാം. ഓക്കെ? വൈകുന്നേരമാണ് 3 മണി. ഓക്കെ.
അമ്മേൻ്റെ വക ഒരു ചീത്ത കേൾക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. കാരണം കുറച്ച് നേരത്തേക്കായിട്ട് എന്നെ കാണാണ്ടായിരുന്നില്ല. അപ്പം ഞാനൊന്നും കഴിക്കുന്നില്ല, ഞാൻ ഒന്നും എടുത്ത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നത് കേട്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കി തന്നെ അപ്പം ഒന്നും ഇണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ. എന്തോ കൊറിയറും വന്നിട്ടുണ്ട്, അതെന്താണെന്നൊന്ന് ഞാൻ പോയി നോക്കട്ടെ. ഇങ്ങോട്ട് വരിക, ഒളിഞ്ഞിക്കാതെ അല്ല, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് ഒളിഞ്ഞിക്കാതെ ഇങ്ങോട്ട് വരി. ഇവിടെ വരി, ഒരു സാധനം കാണിച്ചു തരാം. അടുത്ത കല്യാണത്തിന് നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള സാധനം ഇതാ. അടുത്ത കല്യാണത്തിന് ഇതാ ഈ മാലയൊക്കെ ഇട്ട് നമ്മ പോണം കേട്ടോ. അടുത്ത കല്യാണത്തിന് ഈ മാല ഇട്ട് നമ്മ പോണം കേട്ടോ. എന്തായാലും മാല എടുത്തില്ലേ, ഇത്ര വരും. മറ്റേ സാധനം ഞാൻ തരാം. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു. കാരണം ഇന്ന് വൈകുന്നേരം വരെ തുമ്പമ്മേനെ അവിടെ നിർത്തണ്ടെന്നാണ് കുറച്ച് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരങ്ങേൻ്റെ ഉപ്പേരി നന്നായി കുരുമുളക് ഇട്ട് വെച്ചതാണ് കേട്ടോ. അതുപോലെ പരിപ്പിൻ്റെ കറി, സോയാബീൻ വറുത്തത്, അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നേ. അല്ലൂസിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണല്ലോ. അപ്പോൾ മൂപ്പരും അടുത്ത് തന്നെ ഉണ്ട്, ഓനും കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. അംഗൻവാടിയിൽ നിന്ന് ചെറുപയർ, ചെറുപയർ, കടല, ഗോതമ്പ് അങ്ങനെ എന്തൊക്കെയോ സാധനം എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല, അല്ലൂസും കൂടെ വരണമെന്ന് പറയുന്നുണ്ട് തുമ്പീനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഈ സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡാഡീനെ എണീപ്പിക്കണം. അച്ഛൻ നല്ല ഉറക്കത്തിലാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പം അച്ഛനെയും കൂട്ടിയിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തുമ്പിക്കേറെ പ്രശ്നമില്ല, അവളിവിടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ആയി. അവൾ കരയണമെന്നൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊന്ന് അമ്മ എവിടെയെന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേനെ ചെറുതായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉച്ചയൊക്കെ ആകുമ്പോൾ അവളൊരു ഉറക്ക സമയമാണല്ലോ. അപ്പോൾ അമ്മ ഇതാ പശുവിനെ അഴിച്ചുകൊണ്ട് വരുന്നുണ്ട്, പാലിറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ അച്ഛനെയും കൂട്ടി അല്ലൂസിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ. കവറൊക്കെ നമ്മൾ കൊണ്ടുപോകണം, സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അംഗൻവാടിക്ക് പോവുകയാണ്. അപ്പോൾ തുമ്പി അവിടെ ഒപ്പന കളിയിലൊക്കെയാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. കാരണം വലിയ അലമ്പാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷനല്ലേ. നമുക്ക് ദൂരമൊന്നുമില്ലതാ, ഈ കാണുന്നതാണ് നമ്മൾ അംഗൻവാടി. അതായത് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് തൊട്ടിപ്പുറത്ത് തന്നെയാണ് അംഗൻവാടി ഉള്ളത്. എന്നാലും ടെൻഷൻ അടിക്കാൻ പിന്നെ നമ്മൾ വേറെ ആരും വിളിക്കാൻ പാടില്ല, നമ്മൾ തന്നെ ടെൻഷൻ അടിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചു. ഇത് വൈശാഖേട്ടനും കട്ടയും അച്ഛനും ഒക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ. തലപ്പരണ്ണ LP സ്കൂളാണ്. അങ്ങനെ ഞങ്ങളിത് അംഗനവാടിയിൽ വെച്ച് പിടിക്കുക. അല്ലൂസ് പിന്നെ ഇവിടെ ഇത്രയും കാലം പഠിച്ചതുകൊണ്ടില്ല, ഇത്രയും കാലം ഒരു കൊല്ലം പഠിച്ചതുകൊണ്ട് തന്നെ മൂപ്പര് ഓടുന്നുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. തുമ്പമ്മയുടെ കാര്യമായിട്ട് എന്തോ വർത്തമാനത്തിലൊക്കെയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടില്ല, പിന്നെയാണ് കാണുന്നത് ഞങ്ങളെ. കണ്ടില്ലേ? അപ്പോൾ ഒരു ചിരിയൊക്കെ വന്നിട്ടുണ്ട് മൂപ്പത്തിക്ക്. ആ കണ്ട കൊഞ്ചലിൽ കളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചുണ്ട് അവിടെ നിന്ന് തട്ടിയിട്ടാ. അപ്പോൾ അതിൻ്റെ ഒരു ശോകമാണ്. അതാണ്ടോ ചുണ്ട് തട്ടി എന്നാണ് പറഞ്ഞിട്ടാണ് ആ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിറത്തിലെ ജോമോൾക്ക് പഠിക്കാൻ നമ്മൾ ഡാൻസ് കളിച്ചോ? ഫ്രണ്ട്സ് എവിടെ തുമ്പിയെ? ഇവരൊക്കെ ഫ്രണ്ട്സ്. പിന്നെ അല്ലൂസേട്ടനും തുമ്പിയായി കളി കിട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എന്താ പറ്റിക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നേ. കുറേ നേരം പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, രണ്ടാളും പൊരിഞ്ഞ കളിയിലാണ്. കുട്ടി വരുന്നില്ലേ കളിക്കുക? പോവുക? ഇയാൾ ഉച്ചയ്ക്ക് വരൂലേ? തുമ്പി പോവാ, ഒപ്പന കളിച്ചോ? ആണോ അച്ഛനെ? ആണോ അവള് പഠിപ്പിച്ചേനു? ഈ പുതുമാട്ടിയാ ടീച്ചറാ പഠിപ്പിച്ചേ? ഈ കളിക്കാനാ ഈ ഒപ്പന? രണ്ടാളും കൂടി മണവാട്ടി എന്നാ വാ. അത് വേണ്ടല്ലോ. ബൈ വരുങ്ങളെ. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ലായിരുന്നു നടന്നത്. ഒരു പ്രശ്നവുമില്ലാതെ തുമ്പമ്മേൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് അംഗനവാടി അങ്ങനെ സുഗമമായി മുന്നോട്ട് പോയി. നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുതാ അച്ഛൻ മുന്നിൽ പോയിട്ടുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെ പോകുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. തുമ്പീനെ നടുക്കിരുത്തണമല്ലോ ഞങ്ങളെ. അപ്പോൾ എൻ്റെ വയറതിന് അനുവദിക്കുമോ എന്നറിയില്ല, എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അല്ലാതെ ഈ വെയിലും കൂടെ ഞാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കിടന്നു പോകട്ടോ. എനിക്ക് അത്രയും ക്ഷീണമുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ ഒക്കെ അല്ലേ, ആദ്യം തന്നെ നമ്മൾ സ്കൂട്ടായാൽ ശരിയാവില്ലല്ലോ. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോട്ടെ. അതുകൊണ്ട് ഞാനും പോന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതാ കവറിൽ അവിടെ വെച്ചിട്ടുണ്ട്. അല്ലൂട്ട മുമ്പിൽ നിൽക്കണം, തുമ്പമ്മ ഞങ്ങൾ നടുക്കിയിരിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ്
അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് വീട്ടിലേക്ക്. അധിക ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ മാനേജായി പോയിക്കോളും. ജാനുവരി 30 എങ്ങനെയാണെന്ന് തോന്നുന്നു സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അംഗനവാടിയിലെ പിള്ളേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഒപ്പന പഠിക്കുന്നത്. തുമ്പമ്മേനെയാണ് പുതുമാട്ടിയായിട്ട് കണ്ടിരിക്കുന്നത്, മണവാട്ടി, നമ്മുടെ മണവാട്ടി. പക്ഷേ മണവാട്ടിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ മണവാട്ടി ഇരിക്കുന്നില്ല. മണവാട്ടി ഫുൾ എന്താണ്, കളിക്കാനുള്ള ശുഷ്കാന്തിയാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോ കൂടെ പോയി കളിക്കുകയാണോ അല്ലേ. വീട്ടിലെത്തിയ പാട് എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ അതാ അവിടെ കൊണ്ടുപോയി ചൊരിയാണ് കേട്ടോ. അതൊന്നും നാളേക്ക് വേണമെന്നുള്ള ബോധമൊന്നും കുട്ടിക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അലമ്പാക്കിയിട്ടില്ല. അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. അല്ലൂസിനെ പോലെ, അല്ലൂസിൻ്റെ മാങ്കാടി പോക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നോ? കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ അംഗനവാടി അങ്ങോട്ട് സെറ്റായി. പിന്നെ സ്കൂളിൽ ആയതിനു ശേഷം ഒന്നും പിന്നെ തീരെ മടി കാണിക്കാറില്ല കേട്ടോ. അതായത് സ്കൂളിൽ പോകുന്നില്ല അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വല്ലപ്പോഴും ആണ്ടിൽ ചകരാതിക്കുന്ന പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു നമ്പറൊക്കെ ഇറക്കി വെക്കാം, അമ്മേ ഉറക്കം വരുന്നുണ്ട്, വയറുവേദന ഉണ്ട് ഒക്കെ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാലായി. പക്ഷെ എന്നാലും അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് അറിയുന്നതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പറയാനും നിൽക്കില്ല. വന്ന പാട് ഹേസുവിൻ്റെ അടുത്തേക്കാണ് 30 പോക്ക് കേട്ടോ. എണീപ്പിക്കല്ലേ, ശരിയാക്കി കളഞ്ഞേ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കാരണം എങ്ങനെയോ ഒരു വിധത്തിൽ ഉറക്കിയിട്ട് പാവാതെ അടുത്ത് ചോറ് തിന്നാണ്. ഓ വന്നിട്ടതാ ഏട്ടൻ്റെ പാൻറ്റും ബനിയനൊക്കെ കുത്തി കയറ്റിയപ്പോൾ ഒക്കെ ഒരു സന്തോഷം അല്ലേ മോളെ? പറ, എങ്ങനെ ഉണ്ടായിരുന്നു അംഗനവാടി? ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് അംഗനവാടി? അത് എന്നോട് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എന്നോട് ചോദിച്ചതാ. മോള് പറയും അംഗനവാടി എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ടീച്ചർ പഠിപ്പിച്ച്? മലയാളോ? ഓ ഐ സി. പിന്നെയോ ഒപ്പന കളിച്ചോ? ഒപ്പന കളിച്ച്? തുമ്പിയാണ് ഗൈസ് ഒപ്പനയിൽ മണവാട്ടി. മണവാട്ടി എങ്ങനെയാ നിന്ന് നിന്നിട്ട്? കസാരയിൽ ഇരിക്കും മണവാട്ടി. എന്നിട്ട് ആ കുട്ടികളില്ലേ ഇങ്ങനെ ആക്കി ചെല്ലേ ഇവിടെ ഇരുത്തി കണ്ടോ. ഒക്കെ ഇങ്ങനെ നല്ല ഒപ്പനയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ അംഗനവാടിന്ന് നല്ല ഒപ്പനയൊക്കെ കളിപ്പിച്ചു. പിന്നെ തുമ്പി നല്ല കുട്ടിയാണ്. കാരണം എന്താ പറയുക, ക്ലിപ്പൊന്നും കളഞ്ഞില്ല. കയ്യിൽ നോക്കട്ടെ കണ്ടോ, ഒന്നും ഓള് പോക്കിയില്ല, എല്ലാം നല്ലപോലെ കൊണ്ടുവന്നു. നാളെ ഇങ്ങനെ തന്നെ ചെയ്യണേ. പിന്നെ ഓള് മാമു ഒക്കെ തിന്ന് അല്ലേ. കാക്ക കൊണ്ടുപോവാൻ വന്നോ? എന്തൊക്കെ കഴിച്ചു ഇന്ന് അംഗനവാടിന്ന്? എന്തൊക്കെ കഴിച്ചു അംഗനവാടിന്ന്? കോഴിമുട്ട, പിന്നെയോ കൊഴുക്കട്ട, പിന്നെ ചോറ് തിന്നില്ലേ? ചോറ് തിന്നില്ലേ? ചോറ് കറി ഒക്കെ കഴിച്ചു ഗൈസ്. കറി നാളെയും പോണ്ടേ? നാളെയൊക്കെ പോവണം. ഇനി ഒന്ന് ഉറങ്ങാം അല്ലേ? ഇനി ഒന്ന് ഉറങ്ങി അല്ല ഒന്ന് AC ഇട്ട് കൊടുക്കടാ. അംഗനവാടി പോയി ക്ഷീണിച്ച് വന്ന കുട്ടിക്ക് ഒരു ക്ഷീണം തന്നെയാ. സ്കൂളിൽ പോയി വന്ന ഓനും ഇല്ല അത്ര ക്ഷീണം അല്ലേ? അപ്പോൾ ഓക്കെ ഗായ്സ്, വേറെ ദിവസം വേറെ വീഡിയോ കാണാം. ഒങ്ങണം വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ബായ് പറഞ്ഞാള്. ബായ് പറയ്. വീഡിയോ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഓക്കെ ഗായ്സ്, ബൈ.